പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ. യെഹെസ്കേൽ 20:11. ഞാൻ എന്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. പ്രിയമുള്ളവരെ, തിരുവചനം അനുസരിച്ചാൽ നമുക്ക് നന്മയാ, നമ്മുടെ കുടുംബത്തിന് നന്മയാ, നമ്മുടെ തലമുറകൾക്ക് നന്മയാ, നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും വലിയ നന്മയാ. നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. ആപത്തിൽപ്പെടുമ്പോൾ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവമേ അങ്ങനോട് കൂടെ ഇരിക്കണം, ഞാൻ അങ്ങയോട് കൂടെ നടക്കാം എന്ന് തീരുമാനിക്കുന്നതാണ്. അതിനകത്ത് സുരക്ഷയുണ്ട്. ദൈവ കൽപ്പനകളാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് വേണം. ചെയ്യേണ്ടത് ചെയ്യാൻ, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.